കോഴിക്കോട് ഫറോക്കിൽ സ്വർണം എന്ന് കരുതി മുക്കുവണ്ടം പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതികളിൽ ഒരാൾ പിടിയിൽ. മലപ്പുറം സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പിടിയിലായത്. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യാദാസ് ഉണ്ട്. രമ്യ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്? മറ്റാൾക്കുള്ള തെരച്ചിൽ എവിടം വരെയായി? പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഈ മലപ്പുറം സ്വദേശിയായ അബ്ദുൽ ലത്തീഫിനെ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ കൂട്ടുപ്രതിക്കുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ചെർപ്പളശ്ശേരി സ്വദേശിയായ ബിലാലാണ് കൂട്ടുപ്രതി. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുള്ളത്. 25-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ ബിന്ദുവിന്റെ റേഷൻ കടയിലേക്ക് പോകുകയായിരുന്നു ബിന്ദുവിന്റെ പുറകിലൂടെ ബൈക്കിലൂടെ എത്തിയ ഈ രണ്ടംഗ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് ബിന്ദുവിന്റെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. സ്വർണ്ണമാല എന്ന് കരുതിയാണ് ഇവർ മോഷണം നടത്തിയത്. പക്ഷെ ഇത് മുക്കുവണ്ടമായിരുന്നു. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ബിന്ദു മാലമോഷണത്തിനോ മറ്റുമായിട്ട് കേസ് കൊടുത്തിരുന്നില്ല. പക്ഷെ ഈ ബലപ്രയോഗത്തിലൂടെയാണ് മാല പിടിച്ചെടുത്തത്. അതോടുകൂടി തന്നെ ബിന്ദുവിന്റെ കഴുത്തിൽ സാരമായ പരിക്കുകളേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ബിന്ദു ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും പോലീസിൽ പരാതി നൽകുന്നതും. നിലവിൽ വധശ്രമത്തിനാണ് കേസുള്ളത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് പിടിയിലായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിക്കായിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, കോഴിക്കോട് ഫറോക്കിൽ മുക്കുവണ്ടം പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികളിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.